എല്ലാവർക്കും അഭിയോണരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഫ്രഷ് ഡേ ആണ് ഇന്ന്. ലെസ്റ്ററിലാണ് ഉള്ളത്. ലെസ്റ്ററിലെ ഒരു സിറ്റി സെൻറ്ററിലാണ്. ഇതാണ് മെയിൻ ഒരു സ്ട്രീറ്റ്. അപ്പോൾ ഒട്ടും സമയം കൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു ക്ലോക്ക് ടവർ കാണാം, കറക്റ്റ് സെൻറ്ററിൽ തന്നെ. ഇവിടെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കത്തീഡ്രൽ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, അറ്റത്ത് കാണാനാണ് ആ കൂർത്തൊരു സംഭവം. അതാണ് കത്തീഡ്രൽ. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുവാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ സിറ്റി സെൻറ്ററിൽ. നല്ലോണം കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ കാണുന്ന കഫേ നേരോ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റാണ്. നല്ലൊരു വാക്കിംഗ് സ്ട്രീറ്റ്. അപ്പോൾ നല്ല വൃത്തിയുണ്ട് രണ്ട് സൈഡിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഷോപ്പിങ്ങിനുള്ള സംഭവം, കഫേകളും. പിന്നെ ക്ലൈമറ്റ് നല്ലതായിരുന്നു കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തിരുന്നിട്ടാണ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് ഇവിടെയൊക്കെ. നല്ലൊരു വൈബ്. അപ്പോൾ നമ്മൾ നടന്നിട്ട് നേരെ ആ ലെസ്റ്റർ കത്തീഡ്രലിൻ്റെ അടുത്ത് എത്തിയേക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല പഴക്കമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ നോക്കിയപ്പോഴേ മോസ്റ്റ് കത്തീഡ്രലെല്ലാം നല്ലോണം പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് പുറത്തായാലും ഉള്ളിലായാലും. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചാരിറ്റി ഷോപ്പൊക്കെ ഉണ്ടാവും. സിറ്റി സെൻറ്ററിലെ നടുക്ക് തന്നെയാണ് ഈ ചർച്ച് ഉള്ളത്. അപ്പോൾ ഈ ചർച്ച് നോക്കട്ടെ എവിടെയാണെന്നുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നോക്കിയേ, ഇവിടെ എന്താണ് നോക്കിയേ, തൊട്ടിപ്പുറത്ത് തന്നെ പബ്ബാണ്. ആൾക്കാർ രാവിലെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്ട്രീറ്റ്, ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ, പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് നേരെ ചർച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ നോക്കാം. ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കത്രീൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതുമാ എഴുതി വെച്ചിരിക്കുന്നതാണ് നാഗാർജുന കദംബ ബുദ്ധിസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇതൊരു ബുദ്ധിസ്റ്റ് സെൻറ്ററാണ്. അതിൻ്റെ അടിയിൽ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഈ കാണുന്നത് പബ്ബ്, അതിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ ചർച്ച്. ഇതിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ 1920 ഇതിൻ്റെ പണി കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 67.1 മീറ്ററാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1920 ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. ഇതൊരു സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രലാണ്. ഇപ്പോൾ ലെസ്റ്റർ കത്തീഡ്രൽ എന്ന് കോമൺലി അറിയപ്പെടുന്നത്. ഈ ലെസ്റ്ററിലെ ബിഷപ്പ് ഇരിക്കുന്ന ഒരു സ്ഥലമാണത്. പിന്നെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഇത്രയും കൊല്ലമായതുകൊണ്ട് തന്നെ കിങ് റിച്ചാർഡ് III ബറി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. നമുക്ക് ഈ ഉള്ളിൽ കയറിയിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നിട്ടാണ് ബൈബിളൊക്കെ വായിക്കാവുന്നുണ്ട്. ഇവിടെ ഒരു മൈക്കും പിന്നെ ഒരു റീഡിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചർച്ചിനെ പറ്റി പറയാം. ലെസ്റ്റർ കത്തീഡ്രൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ രണ്ട് കാര്യത്തിനാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിഷപ്പ് ഇരിക്കുന്നത് ഈ ചർച്ചിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കിങ് റിച്ചാർഡ് III മൃതദേഹം റീബറി ചെയ്തിരിക്കുന്നത് ഈ ചർച്ചിലാണ്. UK എല്ലാ ചർച്ചിൻ്റെയും പോലെ ഇതും നല്ല പഴക്കമുള്ള ചർച്ചാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിക്കിപീഡിയ സെർച്ച് ചെയ്തപ്പം ഏകദേശം 12th century തൊട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏകദേശം 900 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മുമ്പ് ഇവിടെ ഒരു റോമൻ എംപയർ ആയിരുന്ന സമയത്ത് ഈ ഭാഗത്ത് റോമൻ ടെമ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് കാലക്രമേണ ഈ പള്ളി ഉണ്ടായി വന്നത്. പക്ഷേ മെയിനായിട്ട് ഇതിൻ്റെ പ്രവർത്തനം കാണിക്കുന്നത് 1927 തൊട്ടാണ്. അപ്പം ഈ പണ്ടത്തെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ചർച്ചിലെല്ലാം കണ്ടുവരുന്ന ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഗ്ലാസ് പെയിൻറ്റോട് കൂടിയിട്ടുള്ള വിൻഡോ അത് ഇവിടെയും കാണാൻ പറ്റും. അപ്പോൾ ഇത് മെയിനായിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ടൂർ ഗൈഡ് പോലെയാണ്. ഇത് ഗൈഡ് എന്ന് പറയാൻ ടൂർ ഗൈഡല്ല, പക്ഷേ ഇവിടെ വരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. നല്ല വെൽക്കമിങ് ആണ്. നമുക്കിവിടെ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ പള്ളീനെ പറ്റി അറിയാനും ഇതിൻ്റെ ഹിസ്റ്ററിയും എല്ലാതും ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ തന്നെ കിങ് റിച്ചാർഡിനെ അടക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണത്. 2012 ലെസ്റ്റർ സിറ്റി കൗൺസിലും യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്ററും പിന്നെ റിച്ചാർഡ് III സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റി എല്ലാവരും കൂടെ ഈ കിങ് റിച്ചാർഡ് IIIയുടെ റിമൈൻസിന് വേണ്ടിയിട്ടുള്ള സെർച്ച് ആരംഭിച്ചു. അങ്ങനെ കിങ് റിച്ചാർഡ് IIIയുടെ റിമൈൻസ് കിട്ടിയതിന് ശേഷം ഒരു ഓക്ക് കൊഫീനൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കൊഫീൻ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രിക്ക് ലൈൻഡ് വോൾട്ട് ഉണ്ടാക്കിയിട്ട് അതിന് ഈ കാണുന്ന സ്ട്രക്ചറിന് താഴെയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ലണ്ടനിലെ പ്രശസ്തമായിട്ടൊരു ആർക്കിടെക്റ്റ് ഗ്രൂപ്പാണ് ഈ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വലിയൊരു റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു ഫോസിൽ സ്റ്റോണിൽ ഡീപ്പായിട്ടൊരു ക്രോസ് കാർവ് ചെയ്ത് എടുത്തിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ഒരു ബ്ലാക്ക് ലൈം സ്റ്റോണും അതിൽ കിങ് റിച്ചാർഡ് IIIയുടെ ഡീറ്റെയിൽസും നെയിമും ഒക്കെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ കിങ് റിച്ചാർഡ് III മരിച്ചതിന് ശേഷം ഏകദേശം ഒരു 530 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ റിമൈനിങ് കണ്ടെടുത്തിട്ട് ഇതേപോലെ ഇവിടെ റീബറി ചെയ്തു. അപ്പം അതൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ചർച്ചിന്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു കാരണം കൊണ്ട് ഈ ചർച്ച് വിസിറ്റ് ചെയ്യുന്നുണ്ട്. സെൻറ്റ് മാർട്ടിൻസ് ചർച്ചിൽ നിന്ന് പുറത്ത് കടന്നു. സെൻറ്റ് മാർട്ടിൻസ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെ ഇവിടെ എന്തോ ഒരു മ്യൂസിയവും കാര്യങ്ങളും കഫേയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് ഹിസ്റ്ററി ഉള്ള ചർച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അടിപൊളിയായിരുന്നു, നല്ല വെൽക്കമിങ് ആൾക്കാർ. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇത് നമ്മളെ ലെസ്റ്റർ കത്തീഡ്രലിൻ്റെ പിന്നിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നടന്ന് നമ്മൾ ഇതിൻ്റെ സൈഡിലെത്തിയേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ നൈറ്റാണ് നമ്മൾ നേരത്തെ ആ റോട്ടിൽ കണ്ടില്ലേ ഒരു കഫേ 41 എന്ന് പറഞ്ഞിട്ട്, അല്ല കഫേ നമ്പർ 7 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ആ കഫേ. നല്ല വലിയൊരു കഫേയാണ് കേട്ടോ. കുറേ ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് അടിപൊളിയായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ നേരെ കാണുന്നത് ഒരു സെൻറ്റ് മാർട്ടിൻസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അവിടെ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം, ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചർച്ചിനോട് അനുബന്ധിച്ച് ഉള്ള സംഭവങ്ങൾ. ഈ ചർച്ചിൻ്റെ ഇപ്പുറത്ത് തന്നെയായിട്ടേ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പാർക്കിൽ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊരു ക്രിസ്റ്റലാണ്. നമ്മൾ ബാഹുബലിയിലൊക്കെ അവൻ നോക്കുന്നുണ്ടിട്ടില്ലേ ബൈനാക്കുലറിന് പകരമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഈ ചർച്ചിൻ്റെ ഈ ഡോമൊക്കെ നല്ല അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കിങ് റിച്ചാർഡ് III കിങ് ഓഫ് ഇംഗ്ലണ്ട് 1483 തൊട്ട് 85 വരെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ളിലൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് ഈ ചർച്ചിൽ അടക്കം ചെയ്തിട്ടുള്ളത്. ഇതേ പള്ളിയുടെ സൈഡിലുള്ളൊരു ഗ്രേവ് യാർഡാണ്, ഒരു സെമിത്തേരി. അപ്പോൾ ഇതിന്മേ എല്ലാവരും പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ 1868 ഇദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ എത്ര പഴക്കമുള്ളതെന്ന് നോക്കിയേ, ഒരുപാടുണ്ട് കേട്ടോ. അതേപോലെ അപ്പോൾ ഇതെല്ലാം ഈ സെമിത്തേരിയുടെ ഉള്ളിലാണ് ഈ ചെയറൊക്കെ ഇട്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ കാണുന്ന കിങ് റിച്ചാർഡ് IIIയുടെ ഒരു സ്റ്റാച്ചുന് വെച്ചേക്കണേ. അപ്പോൾ ഇതിന് ചുറ്റുമാണ് ഇതേപോലത്തെ സെമിത്തേരി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ ഇരിക്കണമൊക്കെ ഉണ്ട്, ബെഞ്ചൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ. ഭയങ്കര 1800-കളിൽ മരിച്ച ആൾക്കാരൊക്കെ ഒരു സെമിത്തേരിയാണത്. അപ്പോൾ നമ്മുടെ ചർച്ചിൻ്റെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. അപ്പോൾ ഇനി ഇവിടെ വല്ലതൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ലെസ്റ്ററിലെ സിറ്റി സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റ് നല്ലൊരു കോൺസെപ്റ്റാണ്. ഇവിടെ നമുക്ക് വണ്ടിയൊന്നും കടത്താൻ പറ്റില്ല. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന്. ഈവൻ വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഒരുപാട് പേര് നമുക്ക് സ്ട്രീറ്റിൽ കാണാനുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിട്ടുള്ള ഒരു കവലയൊക്കെ ഇല്ലേ, ഒരു നാരോ കവല, ഏകദേശം ആ കളറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ഇവിടെ റിലീജിയസ് ആക്ടിവിറ്റിയൊക്കെ വളരെ കുറവായിരിക്കുന്നത്, കംപ്ലീറ്റ് ഏത്തിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് യൂറോപ്പിലും ഇവിടെയൊക്കെ. പക്ഷേ ഈ ലെസ്റ്ററിൽ വന്നപ്പോൾ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസും ബാക്കിയുള്ള പാകിസ്ഥാനി എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോ സൈഡിൽ ഇതേപോലെ ടെൻ്റൊക്കെ അടിച്ച് ക്രിസ്ത്യൻസിൻ്റെ സൈഡിൽ, ഹിന്ദുസിൻ്റെ സൈഡിൽ, അതേപോലെ തന്നെ മുസ്ലിം അവരുടെ ഓരോ മതപരിവർത്തന കാര്യങ്ങളും അവരുടെ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്. അതൊരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി ഇങ്ങനത്തെ ഒക്കെ ഒരു രാജ്യത്ത്. എവിടെ നടുക്ക ഹിന്ദുക്കളാണ് ഏറ്റവും നടുക്കിരിക്കാറല്ലേ മെജോറിറ്റി. അത് ശരി. സെൻട്രൽ ഹിന്ദുസിനോ? അത് ശരി. ക്രിസ്ത്യൻസ് കയറി പിടിച്ചത് ഫസ്റ്റ്, മുസ്ലിംസും കയറി പിടിച്ചത്. എനിവേസ് അപ്പോൾ ചിലപ്പോൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടി നടക്കുമോ? അതെ അതെ, ഇത്തിരി വീക്ക്. ഇപ്പം നീ പറഞ്ഞ കറക്റ്റാണ്. ആ വീക്കായ ആൾക്കാരാണേ അവരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തും കഴിഞ്ഞിട്ട്. ഇപ്പം ഈ കാലത്തായിരുന്നുണ്ടായിരിക്കും തിരക്കൊന്നും ഇല്ലാത്തത്, പോലീസൊന്നും ഇല്ലാത്തത്. ഈവനിങ് ആകുമ്പോൾ എല്ലാ മതക്കാരും ഇവിടെ ഉണ്ടാവും. എന്നിട്ട് അടിയും ബഹളവും പോലീസൊക്കെ വരും ചില സമയത്ത്. അല്ല, പോലീസ് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. Today we use our mind to think about worries. That doesn't give us anything. We depress our mind. We go down the drain by thinking about worries and our problems. It doesn't just solve anywhere.
It's a power അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻസിൻ്റെ സംഭവങ്ങളാണ്. ഇപ്പോൾ നേരെ ഈ കാണുന്ന ടെൻറ്റില്ലേ, ഈ ക്ലോക്ക് ടവറിൻ്റെ താഴെയുള്ള ഈ ടെൻറ്റ് മുസ്ലിംസിൻ്റെ ടെൻറ്റാണ്. ഇപ്പോൾ ഹിന്ദുസിൻ്റെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്തെ മക്ഡൊണാൾഡ്സും കാര്യങ്ങളും പബ്ബും എല്ലാ സംഭവങ്ങളും ഉണ്ട്. And our emotions and our nervous system, because he's the God who made us, the God who created us. And that God wants a relationship with you and with me. We've been created for God's good pleasure, to have communion with God. But sin came into the world. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് നടന്നു വന്നേ. അപ്പോൾ ആ ഏരിയയിൽ ക്രിസ്ത്യൻസിനെയാണ്. അപ്പോൾ അതുണ്ടല്ലേ ഈ ക്ലോക്ക് ടവറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇസ്ലാമിൻ്റെ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഈ നമ്മളങ്ങനെ സിറ്റി സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നടന്ന് ബസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ലെസ്റ്ററിൽ ഇവിടെ നോക്കിയപ്പോൾ ഒരു അടിപൊളി സ്ട്രക്ചർ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഈ കാണുന്നതാണ് ലെസ്റ്ററിലെ സെൻറ്റ് മാർഗ്രറ്റ് ചർച്ച്. അപ്പോൾ ഈ ബസ് സ്റ്റേഷനൊക്കെ ഇതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും കണ്ടിട്ട് നല്ല പഴക്കം തോന്നുന്നുണ്ട് കേട്ടോ. മുമ്പ് കണ്ട ചർച്ചിനെ പോലെയൊക്കെ തന്നെ ഉണ്ട് ഏകദേശം. പിന്നെ ഇവിടെ കണ്ടുവരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ചർച്ച ആയിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, സിറ്റിയുടെ നടുക്കായിക്കോട്ടെ, ഇവർ ഇതേപോലത്തെ ഒരു ക്ലോക്ക് അതുമ്മ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. എല്ലായിടത്തും അത് കറക്റ്റ് ടൈമുമാണ്. അപ്പോൾ ഇതൊരു കത്തോലിക് ചർച്ചാണ്. 12th സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം മുമ്പ് ഒരു ചർച്ച് കാണിച്ചു തന്നെ കൊണ്ട് തന്നെ ഏകദേശം ചർച്ചയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. അപ്പോൾ ഇതാണ് സെയിൻറ്റ് മാർഗ്രറ്റ് ചർച്ച് ലെസ്റ്ററിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടത് ലെസ്റ്ററിലെ കുറച്ച് കാഴ്ചകളാണ്. ഇപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.